ഞാൻ വരുന്നത് ഇവിടെ കോട്ടയം ജില്ലയിലെ പുതുവേലി എന്ന സ്ഥലത്തു നിന്നാണ്. എൻ്റെ പേര് ഷൈനി. എൻ്റെ മോളുടെ പേര് വർഷ. അവളുടെ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യപ്പെടുത്തുന്നത്. അവൾക്ക് 2019 ലിംഫോമ എന്ന അസുഖം വരികയും ഞങ്ങൾ ചികിത്സയ്ക്കായിട്ട് CMC വെല്ലൂർ പോവുകയും ചെയ്തു. അവിടെ വെച്ചിട്ട് ഒരു 3 കീമോതെറാപ്പി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് കൃപാസനം പത്രം ലഭിക്കുന്നത്. അപ്പോൾ കൃപാസനത്തെക്കുറിച്ച് അറിയുകയും ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയും കൃത്യം 5:30 മണിക്ക് തന്നെ തിരി കത്തിച്ചു വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അവിടെ വെച്ചിട്ട് ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു ടീച്ചറാണ് ഞങ്ങൾക്ക് ഈ കൃപാസനത്തെക്കുറിച്ച് പറയുകയും ഇവിടുത്തെ നേർച്ച വസ്തുവായ ഉപ്പ് ഞങ്ങൾക്ക് തരികയും ചെയ്തു. മോൾക്ക് ഞങ്ങൾ ഈ നേർച്ച വസ്തു നൽകുകയും അതായത് നമ്മുടെ സർവശക്തിയുള്ള പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഞങ്ങൾ നേർച്ച വസ്തു മോൾക്ക് നൽകുകയും അതിനുശേഷം പിന്നീട് 3 കീമോയും ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം ഞാൻ 2019 മെയ് മാസത്തിൽ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഉടമ്പടിയിൽ നിയോഗമൊക്കെ വെക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ സമയത്ത് എനിക്ക് മോളെ ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു, കാരണം അവൾക്ക് ഇമ്മ്യൂണിറ്റിയൊക്കെ വളരെ കുറവായിരുന്നു. പിന്നീട് തൊട്ടടുത്ത മാസം ഞങ്ങളിവിടെ വരികയും വന്ന സമയത്ത് അച്ഛനെ കാണണമെന്നും പ്രാർത്ഥിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും പക്ഷേ ആ സമയത്ത് ഇവിടെ നല്ല തിരക്കായിരുന്നു. അച്ഛനെ കാണാനൊന്നും സാധിച്ചില്ല. പക്ഷെ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് അച്ഛൻ പെട്ടെന്ന് എവിടെ നിന്നാണോ മാതാവ് കൊണ്ടുവന്നതെന്ന് തോന്നുന്നു, അച്ഛൻ വളരെ പെട്ടെന്ന് വരികയും എൻ്റെ മോളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ തുടർച്ചയായിട്ട് എന്നും രാവിലെ 5:30 തന്നെ പ്രാർത്ഥന നടത്തുകയും അതുപോലെ തന്നെ നേർച്ച വസ്തുക്കൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്ന നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും ഒക്കെ എന്നും ഉപയോഗിക്കുന്നുണ്ട്. മുടങ്ങാതെ പ്രാർത്ഥന നടത്തുന്നുണ്ട്. മോള് പഠിക്കുന്ന സ്ഥലത്തേക്കാണെങ്കിൽ അവൾ രാവിലെയും വൈകുന്നേരം ഈ പ്രാർത്ഥന ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുപോയി പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഈ രോഗസൗഖ്യം തന്ന ഇതിന് കൃപാസന മാതാവിനോട് ഒരുപാട് നന്ദി അറിയിക്കുന്നു. അതുപോലെ